ഹലോ ഗായ്സ്, അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിനാദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് സവാള, കുറച്ച് തക്കാളി, 2 ഇഞ്ചി, ഒരു പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം. പിന്നെ അതുപോലെ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി എടുത്തില്ല. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി കുറച്ച് കടുകിടാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നല്ലോണം വാടി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ആ ഉള്ളി വഴണ്ട് വരാൻ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. കൂടെ ഒപ്പം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റാം. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാലകളൊന്ന് വറുത്തെടുക്കാം. ഇത് 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്, അതൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമ്മുടെ മസാലയും ആ ഉള്ളിയും തക്കാളിയും കൂടെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നല്ലപോലെ ഇളക്കി ആ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ പാടുള്ളൂ. കാരണം സ്ലോ കുക്ക് ആകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. മെല്ലെ കിടന്ന് വെന്തിറങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഗ്രേവി പോലെ ആക്കിയെടുക്കാം. അപ്പം ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.